ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ദിവസം ദേവി നടയിൽ നിന്ന് എന്തു പ്രാർത്ഥിച്ചാലും അത് ദേവി നടത്തിത്തരും. അപ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു രീതിയുണ്ട്, ആ ദേവി നടയിൽ നിൽക്കേണ്ട ഒരു രീതിയുണ്ട്, ആ ദിവസമുണ്ട്. എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അവിടെ ചെയ്യേണ്ട ഒന്ന് രണ്ട് വഴിപാടുകളുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ദിവസം അത് ഏതാണെന്ന് പറയുന്നുണ്ട്. ആ പ്രത്യേക രീതിയിൽ ദേവി നടയിൽ നിന്ന് ആ പറയുന്ന പ്രത്യേക വഴിപാടുകൾ കയ്യിൽ പിടിച്ച് ദേവിയോട് എന്തു പ്രാർത്ഥിച്ചാലും ദേവി നിങ്ങൾക്ക് നടത്തിത്തരും. ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടെ സമർപ്പണത്തോടെ ഉള്ളുരുകി ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ദേവി അത് നടത്തിത്തരും എന്നുള്ളതാണ് അനുഭവങ്ങളിലൂടെ മനസ്സിലായ കാര്യം. അപ്പോൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ അത് ഫലമുണ്ടാവും. അതുപോലെ മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ ആ ഫലം കിട്ടണമെന്നുമില്ല. അപ്പോൾ അത് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ആ ഒരു ദിവസം നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ഒരു ദിവസമായിരിക്കും. അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം സാമ്പത്തികം ഉണ്ടാകാൻ, അതായത് തൊഴിലിൽ ഉയർച്ച ഉണ്ടാകാനുള്ള ഒരു രഹസ്യ ശരനൂൽ വിദ്യ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ സമാധാനം ഉണ്ടാകാൻ, സന്തോഷം സമാധാനം ഉണ്ടാകാൻ ഒരു ശരനൂൽ വിദ്യ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ കടം കൊടുത്തിട്ട് കിട്ടാത്തത് ചോദിച്ചു വാങ്ങിക്കാനുള്ള ഒരു ശരനൂൽ വിദ്യ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കത് ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യും. എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ്. ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഞാനത് പറയുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും കുറേ വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അത് ചിലപ്പോൾ സമയമെടുക്കും. അത് ഞാൻ പറഞ്ഞാൽ എടുക്കുന്നത്, ധൃതി വെച്ചിട്ട് കാര്യമില്ല. വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുന്നതനുസരിച്ച് റിപ്ലൈ തരും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരും. ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളും നല്ല പ്രാർത്ഥനകളും ഭാഗ്യസംഖ്യയും ഭാഗ്യനിറവും എന്ന് വേണ്ട ഒരു വ്യക്തിയുടെ ഉയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ സമയമെടുത്ത് പരിശോധിച്ച് നല്ല കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒരാൾക്ക് ലളിതമായി ചെയ്യാവുന്ന, ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ, അതുപോലെ ചെല്ലേണ്ട മന്ത്രങ്ങൾ, പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. അപ്പോഴത് ഫ്രീ ആകുമ്പോഴേ ഞാൻ റിപ്ലൈ തരത്തുള്ളൂ. പറഞ്ഞതേ ഉള്ളൂ. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല. കാരണം എല്ലാം കൂടെ നടക്കത്തില്ല. വാട്സപ്പിൽ തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ആ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ലഭിക്കുന്ന 2-3 കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതുപോലെ ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് ശിവഭഗവാൻ മറ്റു ചില കാര്യങ്ങൾ, ആത്മീയമായ ചില കാര്യങ്ങൾ ഭഗവാൻ തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഞാൻ ഈ ഭൂമിയിൽ ഒന്ന് പോകുന്നതിന് മുമ്പ് എനിക്കറിയാവുന്ന എല്ലാ നല്ല കാര്യങ്ങളും പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അതെല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എനിക്കൊന്ന് മാത്രം മതി, എൻ്റെ ഉള്ളിലെ ആ ശിവബോധം, ആ ക്രിയാകുണ്ടലിന് പ്രാണായാമം ചെയ്യുമ്പോൾ കിട്ടുന്ന ബോധം, ആ ഈശ്വരബോധം, ശിവവിദ്യ ചെയ്യുമ്പോൾ കിട്ടുന്ന ശിവബോധം, അത് മാത്രം മതി. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പല പല വീഡിയോകളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതെല്ലാം പ്രയോജനപ്പെടുത്തുക. ഇതുപോലെ ഒരിക്കലും ആരും ഇതുപോലെ എങ്ങും മുമ്പും പിമ്പും ഇതുപോലെ ഒരു കാര്യങ്ങൾ, ഇത്ര രഹസ്യമുള്ള കാര്യങ്ങൾ, ഇത്ര വിശദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചു കേട്ടോണം, അവസരം പ്രയോജനപ്പെടുത്തിക്കോണം. നിങ്ങൾക്കത് ഗുണം ചെയ്യും. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ വിഷയത്തിലേക്ക് വരികയാണ്. നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കാർത്തിക ദിവസം നിങ്ങൾ പോകണം. കാർത്തിക ദിവസം പോയി ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇടതുകാൽ അല്പം മുന്നോട്ട് വെച്ച് ഞാനീ പറയുന്ന 3 വഴിപാടുകൾ: 1 രക്തപുഷ്പാഞ്ജലി, 2 കടുംപായസം, 3 ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല തന്നെ വേണം. അത് ചെമ്പരത്തി മാലയാണെങ്കിലും കൊള്ളാം, ഏത് മാലയാണെങ്കിലും ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല. മുഴുവനും ചുവന്ന പൂക്കളായിരിക്കണം. ഇത് 3ഉം, അതായത് കടുംപായസത്തിനുള്ള രസീത് കയ്യിൽ പിടിക്കുക, രക്തപുഷ്പാഞ്ജലിയുടെ രസീത് കയ്യിൽ പിടിക്കുക, ഒരു ചുവന്ന മാലയും കൂടെ, ചുവന്ന പൂക്കളായിരിക്കണം മുഴുവൻ. ചെമ്പരത്തി ആണെങ്കിലും കൊള്ളാം, ഏതാണെങ്കിലും കൊള്ളാം. അങ്ങനെ അത് അത്രയും കയ്യിൽ പിടിച്ച്
ഇടത് കാൽ അല്പം മുന്നോട്ട് വെച്ച് നടയ്ക്ക് നേരെ എന്ന് ഭദ്രകാളിയോട് നിങ്ങൾക്ക് വേണ്ട കാര്യം വ്യക്തമായിട്ട് ആവശ്യപ്പെടുക. അത് മറ്റൊരു ചിന്തയുമില്ലാതെ അമ്മേ എന്നുള്ള ഒരു ഭക്തി മാത്രം മനസ്സിലുണ്ടായി അങ്ങനെ ആവശ്യപ്പെടുക. അത് നിങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വേണ്ട കാര്യം, ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമായിരിക്കണം. എന്നിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ അടുത്ത കാലം മുന്നോട്ട് വയ്ക്കേണ്ട. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇത് നടയോട്ട് വയ്ക്കാം. ഈ കടുംബായുസിൻ്റെ രസീതും രക്തപുഷ്പാഞ്ജലിയുടെ രസീതും ഒരു ചുവന്ന മാലയും കൂടെ. ഇത് ഇങ്ങനെ ഈ ദിവസം നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ചെയ്താൽ, ഭക്തിയോടെ ചെയ്താൽ ഭദ്രകാളിയമ്മ ഏത് കാര്യവും നടത്തി തരും. ഇത് നടക്കി വെച്ചു കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. നടക്കുമോ, ഞാൻ വെച്ചോ ശരിയായോ, പ്രാർത്ഥിച്ചോ ശരിയായോ, അങ്ങനെ ചിന്തിച്ചാൽ അതിന് ബലം കിട്ടത്തില്ല. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ രഹസ്യം, ഈ കാർത്തിക നക്ഷത്രം വരുന്ന ദിവസത്തിന് ചില ദേവീപ്രീതി പെട്ടെന്നുണ്ടാകും. അത് ഭദ്രകാളിയാണേലും കൊള്ളാം, ദുർഗയാണേലും കൊള്ളാം, ഏത് ദേവിയാണേലും കൊള്ളാം. അതുപോലെ തന്നെ ഈ ഇടതുകാലം മുന്നോട്ട് വെച്ചാണ് പ്രാർത്ഥിക്കുമ്പം, പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ ഇടതുകാലം മുന്നോട്ട് വെക്കേണ്ട. പ്രാർത്ഥിക്കുമ്പം ഏറ്റവും വലിയ രഹസ്യവിദ്യ പറഞ്ഞു, ശരനൂൽ വിദ്യയാണ്. അപ്പം വലത് കല ആക്റ്റീവ് ആകും, വലത് ശരം ഓടും. അപ്പം ക്ഷിപ്രസാധ്യമാണ്, കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കും. ദേവതാ പ്രസാദം, ദേവതാ വശ്യം, ദേവത പെട്ടെന്ന് പ്രസാദിക്കും. ശരനൂൽ വിദ്യയാണത്. അതുകൊണ്ടാണ് പറഞ്ഞ് ഇത്തരം രഹസ്യമായ കാര്യങ്ങൾ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കി വെക്കുക. വെച്ച് കഴിഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. പിന്നെ ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പ് എപ്പോഴും ശ്രദ്ധിക്കുക, കൈയും കാലും മുഖവും ഒന്ന് നനച്ചിട്ട് കഴുകിയിട്ട് ഒന്ന് പൈപ്പിലോ അല്ലെ കുളത്തിലോ ഒന്ന് കഴുകിയിട്ട് കയറുക. കഴുകുക എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ജലാംശത്തോടു കൂടി ക്ഷേത്ര ദർശനം ചെയ്യണം എന്നുള്ളതാണ്. ഇനി ആ ക്ഷേത്രത്തിൽ കയറിക്കഴിഞ്ഞ് നമ്മൾ ശ്രീകോവിലിൻ്റെ മുന്നിൽ ചെന്ന് നിന്നാൽ ഇടതുകാൽ അല്പം മുന്നോട്ട് വെച്ച് നിന്ന് ശ്രീകോവിലിന് മുന്നേ നിന്ന് ഇപ്പം ചെങ്ങന്നൂർ അമ്പലമാണെങ്കിൽ ചെങ്ങന്നൂരമ്മയെ പ്രണാമം എന്ന് പറയുക. ഏറ്റുമാനൂർ അമ്പലമാണെങ്കിൽ ഏറ്റുമാനൂരപ്പ പ്രണാമം എന്ന് പറയുക. കൊട്ടിയൂരപ്പനാണെങ്കിൽ കൊട്ടിയൂരപ്പ പ്രണാമം എന്ന് പറയുക. ഞാൻ ഉദാഹരണം പറഞ്ഞ ചോറ്റാനിക്കര അമ്പലമാണെങ്കിൽ ചോറ്റാനിക്കര അമ്മയെ പ്രണാമം എന്ന് പറയുക. അങ്ങനെ ഒന്ന് പറയണം, അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. കാരണം ആ ദേവനല്ലേ ദേവത അറിയപ്പെടുന്ന പേര് ചേർത്ത് പ്രണാമം എന്നൊന്ന് വിളിച്ചാൽ, പ്രണാമം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആ ദേവതയുടെ പ്രീതി ഉണ്ടാകും. ചില രഹസ്യങ്ങളാണ്. ഇടതുകാലം മുന്നോട്ട് വെച്ച് വേണം വിളിക്കാൻ. എന്നിട്ട് വേണം നിങ്ങളുടെ രസീത് ഇടതുകാലം മുന്നോട്ട് വെച്ച് തന്നെ രസീത് കയ്യിൽ പിടിച്ച് നിങ്ങളുടെ വേണ്ട കാര്യം പറഞ്ഞ് നടക്കോട്ട് വെക്കാൻ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, രക്തപുഷ്പാഞ്ജലി, കടുംബായുസം, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല. ആ മാലയിൽ മുഴുവൻ ചുവന്ന പൂക്കളായിരിക്കണം. ഇടയ്ക്ക് വെള്ളപ്പൂക്കളോ അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് ചെമ്പരത്തി മാലയാണെങ്കിൽ മുഴുവൻ ചെമ്പരത്തി, അങ്ങനെ മുഴുവൻ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാലയായിരിക്കണം. നിങ്ങൾക്ക് ചെമ്പരത്തി മാല അവിടെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കെട്ടിക്കൊണ്ട് പോവുക, നന്നായിരിക്കും. അല്ല കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെമ്പരത്തി മാല ഇപ്പോൾ ക്ഷേത്രത്തിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് മേടിക്കുമ്പോൾ ഒന്ന് വെള്ളം തളിച്ച് മേടിക്കണം കേട്ടോ, എന്നാലത് ഫലം ലഭിക്കുന്നത്. വെള്ളം തളിച്ച് നിങ്ങൾ മേടിക്കണം. ജലാംശത്തോടു കൂടി, ഒരു ജലാംശം വേണം അതിൽ. അതാണ് അതിൻ്റെ അകത്തൊരു രഹസ്യം. നിങ്ങൾ ആ ഒരു തവണ ചെയ്താൽ പോലും അത് ഫലം ഉണ്ടാകും. നമ്മൾ പല തവണ ചെയ്തിട്ടും പല കാര്യങ്ങൾക്കും ഫലമുണ്ടാകുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെ കുറച്ചുകൂടി നമ്മൾക്കതിൽ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഫലം കിട്ടാത്തത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഇപ്പം ഞാൻ ഗുരുവിൽ നിന്ന് ക്രിയാകുണ്ടലിനി പ്രാണായാമം ദീക്ഷ സ്വീകരിച്ചതാണ്, വിധിയാമണ്ണം. അപ്പോൾ ഈ ഗുരു തരുന്നെങ്കിൽ തന്നെയും ഇതിൻ്റെ അകത്ത് ആ ഒരു ചില ടെക്നിക്കുകളുണ്ട്, അതെല്ലാവർക്കും കിട്ടത്തില്ല. ആ ടെക്നിക്കുകൾ ഗുരു ചിലപ്പോൾ ഒരു 1000 ശിഷ്യന്മാരുണ്ട് ഒരാൾക്കേ കൊടുക്കത്തുള്ളായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. നമുക്ക് നമ്മളുടെ ആ ഗുരുവിനോടുള്ള ഭക്തി, അല്ലെ നമ്മുടെ ആ ഈശ്വരനോടുള്ള ആ ഭക്തി. അപ്പോൾ ആ ഒരു സിമ്പിൾ ടെക്നിക്കായിരിക്കും 1000 പേരുള്ളത് ഒരാൾക്ക് ചിലപ്പോൾ അത് കിട്ടത്തില്ല. ആ ഒരു ടെക്നിക്ക് ആ വിദ്യ പൂർണ്ണതയിലെത്തിക്കുന്നത്. എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ അതിൻ്റെ അകത്തൊക്കെ എല്ലാം അറിയേണ്ട ചില കാര്യങ്ങൾ ആണ് അതിനെ പൂർണ്ണതയിലെത്തിക്കുന്ന ഏതൊരു വിദ്യയും. അപ്പം ഞാൻ ഈ പറഞ്ഞു തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെയ്യുക. ഇനി നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകേണ്ട ഏത് സ്ഥലത്തും, ഇപ്പം നിങ്ങളൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, അവിടെ ഇടതുകാല് വെച്ച് കയറുക. നിങ്ങളുടെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയ കാര്യങ്ങളിൽ എവിടെയാണേലും ഇടതുകാല് വെച്ച് കയറുക. നിങ്ങൾ ജോലി ചെയ്യുന്നു, ആ ജോലിയിൽ ഒരു ഉയർച്ച വേണം,
വർക്കുകളൊക്കെ പെട്ടെന്ന് തീരണം, നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകണം, ഇടതുകാല് മുന്നോട്ട് വെച്ച് ജോലി ചെയ്യുക. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടല്ലോ. വലതുകാലിൻ്റെ പറഞ്ഞുതരാം. ഉയർച്ച ഉണ്ടാകും, ഒരു സംശയം വേണ്ട. നിങ്ങളുടെ തൊഴിലിടത്തിലോട്ട് കയറുമ്പോൾ ആദ്യം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇടതുകാല് മുന്നോട്ട് വെച്ച് ഓം കൃഷ്ണായ നമ എന്നൊന്ന് വിളിച്ചിട്ട് ജോലി ചെയ്ത് നോക്കിക്കുക. ആ ജോലി നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും, അല്ലെങ്കിൽ പ്രമോഷൻ കിട്ടും, അല്ലെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾ കൂടുതൽ ഉയർച്ച ഉണ്ടാകും. അത് ബിസിനസ്സുകാരാണെങ്കിൽ അവർക്ക് ഉയർച്ച ഉണ്ടാകും, അല്ലാതെ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പ്രമോഷൻ കിട്ടും, അല്ലാതെ ചെറിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പുതിയ സ്വന്തം നിലയിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ അവസരം, അല്ലെങ്കിൽ കൂടുതൽ അവർക്ക് തൊഴിലിൽ പുരോഗതി എല്ലാം ഉണ്ടാകും. ശ്രദ്ധിച്ച് കേൾക്കണം. തൊഴിലിടത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇടതുകാല് വെച്ച് കയറുക. പെട്ടെന്ന് ഉയർച്ച ഉണ്ടാകാൻ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. ഇതാരും പറഞ്ഞു തരത്തില്ല. എന്തൊക്കെ കൊടുത്താലും ഇതൊന്നും അങ്ങനെ കിട്ടുന്ന കാര്യങ്ങളല്ല. ഈ ഇടതുകാല് വെച്ച് കയറുക. എന്നിട്ട് തൊഴിലിടത്ത് നിങ്ങൾ തൊഴിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇടതുകാല് മുന്നോട്ട് വെച്ച് ഓം കൃഷ്ണായ നമ ജപിക്കുക. എന്നിട്ട് തൊഴിൽ ആരംഭിക്കുക. ഉയർച്ച ഉണ്ടായിരിക്കും, ഒരു സംശയമാണ്. ഏത് തൊഴിൽ ചെയ്താലും. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഇനിയും നിങ്ങൾക്ക് സമാധാനമാണ് എപ്പോഴും വേണമെങ്കിൽ, എവിടെ നിങ്ങൾക്ക് സമാധാനം വേണോ അവിടെല്ലാം വലതുകാല് വെച്ച് കയറണം. വീട്ടിലാണെങ്കിൽ വീട്ടിൽ, അതുകൊണ്ട് ആ വീട്ടിൽ വലതുകാല് വെച്ച് കയറണമെന്ന് പറഞ്ഞു. ഇനി തൊഴിലിടത്ത് നിങ്ങൾക്കൊരു നല്ല ഉയർന്ന പോസ്റ്റാണ്, നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ വലതുകാല് വെച്ച് കയറുക. അതുപോലെ നിങ്ങൾക്ക് ഒരു സമാധാനമാണ് വേണ്ടതെങ്കിൽ, നിങ്ങൾ ഉയർച്ചയിലൊക്കെ എത്തി സമാധാനമാണ് വേണ്ടതെങ്കിൽ വലതുകാല് മുന്നോട്ട് വെച്ച് ഇരുന്ന് ജോലി ചെയ്യുക. വലതുകാല് മുന്നോട്ട് വെച്ച് എപ്പോഴും ഇരിക്കാൻ സമാധാനം കിട്ടും. ഇടതുകാല് മുന്നോട്ടാണെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ ഉയർച്ച കിട്ടും. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? രഹസ്യവിദ്യകളാണ്, കൃത്യമാണ്. ഇനി നിങ്ങൾക്ക് പണം കടം കൊടുത്തു, ചോദിച്ചിട്ട് തരുന്നില്ല, നമുക്ക് മേടിക്കാം പക്ഷെ മേടിക്കാമെന്ന് പറഞ്ഞാൽ ആ കടം മേടിച്ച ആൾക്ക് ഇപ്പോൾ ഒരു നിവൃത്തിയില്ല നമുക്ക് തരാൻ. അയാൾ മനഃപൂർവ്വമല്ല എങ്കിൽ നമ്മൾ കുറച്ച് ക്ഷമിക്കണം, നമ്മളൊരു മനുഷ്യത്വം കാണിക്കണം. ഇനിയിപ്പോൾ അയാൾക്ക് നിവൃത്തിയുണ്ട്, അയാൾ മനഃപൂർവ്വം തരാത്താണെങ്കിൽ നമുക്ക് മേടിക്കാം. എങ്ങനെയാണെന്നറിയോ? രഹസ്യവിദ്യയാണ്, ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. ഞാൻ ശിവപാദം സ്മരിച്ചുകൊണ്ട് പറഞ്ഞു തരുവാണ്. ഞാൻ ഒന്നും ബാക്കി വെക്കുന്നില്ല, എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ കയ്യിൽ ബാക്കിയുള്ളത് എൻ്റെ ഉപാസന മാത്രമേ ഉള്ളൂ, ആ ശിവബോധം മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാം. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യം, ഇടത് മൂക്കിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് വീട്ടിൽ എഴുന്നേറ്റ ഉടനെ വേണം, അല്ലെ കടക്കപ്പായി ഇരുന്നുകൊണ്ട് വേണം, വടക്കോട്ടിരുന്ന് ഇടതു മൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ എന്ന് ആദ്യം വാ കൊണ്ട് ഉച്ചരിച്ച് ഒരു തവണ ഉച്ചരിക്കുക, അല്ലെ 3 തവണ ഉച്ചരിക്കുക. വാ കൊണ്ട് ഇടതു മൂക്കിനുള്ളിലെ ശ്വാസത്തെ, നിങ്ങളുടെ ഇടതു മൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച്, ഇനിയും അതിനുശേഷം മനസ്സിൽ ഇടതു മൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് മനസ്സിൽ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ. ഇത് കിടക്കപ്പ ഇരുന്നുകൊണ്ട് വടക്കോട്ട് നോക്കിയിരുന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് മനസ്സിൽ 3 തവണ ഉച്ചരിച്ച ശേഷം നിങ്ങളുടെ ഹൃദയത്തിൽ കണ്ണടച്ച് ഭഗവാൻ കൃഷ്ണനെ കാർവർണ്ണനായി, അതായത് ഒരു കറുത്ത രൂപത്തിൽ, ശ്രദ്ധിച്ച് കേൾക്കണം, കറുത്ത രൂപത്തിൽ ധ്യാനിച്ച് നിങ്ങളുടെ ആവശ്യം പറയുക. ഇന്ന ആൾ പൈസ തരാനുണ്ട്, ഭഗവാനെ മേടിച്ചു തരണേ എന്ന് പറയുക. എന്നിട്ട് നിങ്ങൾ എഴുന്നേൽക്കുന്നു. പിന്നെ നിങ്ങളിത് ആദ്യം ചെയ്യേണ്ടത് ഇപ്പം ഇങ്ങനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ കിടക്കപ്പായി എഴുന്നേറ്റ ഉടനെ വടക്കോട്ട് തിരിഞ്ഞ് ഇങ്ങനെ ജപിച്ച് ഭഗവാനോടൊന്നും ആവശ്യപ്പെടണ്ട. ഭഗവാനെ എന്നെ സഹായിക്കണേ, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് പ്രാക്ടീസ് ചെയ്യുക, പരീക്ഷിച്ച് നോക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ ആ വാക്ക് പറയുന്നില്ല. പരീക്ഷിക്കാൻ നമ്മൾ ആളല്ല, പരീക്ഷിക്കുകയും ചെയ്തത്. നമ്മൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് വശപ്പെടുത്താൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. ചെറിയ കാര്യങ്ങൾ
ഇപ്പം നിങ്ങൾ ആരോടെങ്കിലും അവരുടെ മുന്നിൽ നിന്ന് ഇടത്തുമൂക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ശേഷം ശ്വാസം എടുക്കുകയും വിടുകയല്ല സാധാരണ പോലെ ചെയ്യുക, അതൊന്നും ചെയ്യാൻ പോകണ്ട. ഇടത്തുമൂക്കിനുള്ളിലെ ശ്വാസത്തെ ഒന്ന് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിൽ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഗ ജപിച്ച് ശേഷം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ട് നോക്കുക. അങ്ങനെ പല കാര്യങ്ങളും ചിലപ്പോൾ ആദ്യമൊന്നും നടക്കണമെന്നില്ല, ഇത് പല തവണ ചെയ്യുക. അങ്ങനെ നടന്നു തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് ഈ കിടക്കപ്പായി ഇരുന്ന് വടക്കോട്ട് തിരിഞ്ഞുള്ള കാര്യം ചെയ്തിട്ട് പിന്നെ പണം തരാനുള്ള ആളോട് നിങ്ങൾ പണം ആവശ്യപ്പെടുക. അപ്പോൾ ആദ്യം ചിലപ്പം ഒരു പറ്റിയില്ലെങ്കിലും ചിലപ്പോൾ ഈ വിദ്യ എപ്പോഴും നമ്മൾ വശമാകണം, എന്നാലേ ഇത് ഫലിക്കത്തുള്ളൂ. ഇതെന്നും പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ ആളോട് ആദ്യം ചിലപ്പം ചോദിക്കുമ്പോൾ പറ്റിയില്ലേ പോലും ഇത് ആവർത്തിച്ച് ചെയ്താൽ മിക്കവാറും നമുക്ക് ആ പണം കിട്ടാൻ വളരെ ഒരു സാധ്യത കൂടുതലാണ്. അത് ഭയങ്കര വശ്യമാണത്. പല കാര്യങ്ങളും അങ്ങനെ നേടിയെടുത്തവരുണ്ട്, ആളുകൾ മാർത്തു പറയത്തില്ല. അപ്പോൾ ഇത് ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു. ആ രീതി വേണം വിദ്യ വശപ്പെടുത്തിയെടുക്കാൻ. ഏത് കാര്യവും പെട്ടെന്നൊരു കാര്യം ചെയ്താൽ ഒന്നും വശമാകണമെന്നില്ല. അത് നമ്മളത് ചെയ്ത് നമുക്ക് തന്നെ അറിയാം. ഇപ്പം നമ്മൾ ഈ വിദ്യ ചെയ്യുന്നു, ഈ വിദ്യ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ മുന്നിൽ വരുന്ന ഒരാളോട് ഒരു കാര്യം പറയുന്നു. അപ്പോൾ അവരത് കേൾക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കണം ഇത് വശപ്പെട്ടു തുടങ്ങി. അങ്ങനെ വശപ്പെട്ടു എന്ന് ബോധ്യമാകുമ്പോൾ നിങ്ങൾ പിന്നാണ് രാവിലെ കിടക്കപ്പായ ഇരുന്ന് വടക്കോട്ടിരുന്ന് ഇങ്ങനെ ഈ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ ഇടത്തുമൂക്കിനുള്ളിൽ ഒന്നുകൂടെ പറയാൻ വ്യക്തമാക്കാം. ഇടത്തുമൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് 3 തവണ വാഗോണ്ട് പറഞ്ഞ ശേഷം പിന്നീട് മനസ്സിൽ 3 തവണ പറഞ്ഞ് കണ്ണടച്ച് ഹൃദയത്തിൽ കറുത്ത രൂപത്തിൽ ഭഗവാനെ ധ്യാനിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം പറയുക. എന്നിട്ട് നിങ്ങൾ ഈ വ്യക്തിയോട് നമ്മുടെ ഇത് കിടക്കപ്പായിരുന്ന് ചെയ്യേണ്ട വിദ്യ അങ്ങനെ ചെയ്യുക. അല്ലാത്തപ്പോഴെപ്പോഴും നമ്മൾ മനസ്സിൽ ഇടതുമൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ മനസ്സിൽ ജപിച്ചിട്ട് നമുക്കൊരു വ്യക്തിയോട് ഏത് കാര്യം ആവശ്യപ്പെടുന്നത് നല്ലതാണ്. അപ്പോഴങ്ങനെ ചെയ്താൽ മതി. കിടക്കപ്പായിരുന്നുള്ള അങ്ങനെ ചെയ്യുക. അല്ലാത്തത് വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അല്ലാതെ ചെയ്യുന്നത് ജസ്റ്റ് ഇടതുമൂക്കിലുള്ള ശ്വാസത്തെ ശ്രദ്ധിച്ച് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ മനസ്സിൽ ജപിച്ച് ശേഷം നമുക്ക് ആവശ്യപ്പെടാം. അതങ്ങനെ ചെയ്താൽ മതി. കിടക്കപ്പായ അല്ലാതെ നമ്മൾ ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾ ചെയ്തു നോക്കിക്കോ. ഇത് ചെയ്ത പലരും ഒരുപാട് അനുഭവങ്ങളുണ്ടായ പലരും ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ. കൃത്യമായിട്ട് ശരിയായിട്ട് ചെയ്താൽ ഫലം ലഭിക്കും, ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ ഫലം ലഭിക്കത്തില്ല. അപ്പോൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആ വിദ്യ പലതവണ ചെയ്ത് വശപ്പെടുത്തുക. പറഞ്ഞാൽ മനസ്സിലായോ? ഇതെല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്നതാണ്. ശിവവിദ്യയാണ്. ഇതിൽ എൻ്റെ കഴിവോ എൻ്റെ അറിവോ ഞാനോ എന്നെയോ ചിന്തിക്കേണ്ട. ശിവഭഗവാനെ നിങ്ങൾ നന്ദി പറയുക. ഭഗവാന്റെ പാദത്തിൽ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഭഗവാന് പോയൊരു പാൽപ്പായസം ചെയ്യുക. എന്നെ ഓർക്കുക പോലും ചെയ്യണ്ട. ഓം നമ ശിവായ ശിവോഹം ഓം കൃഷ്ണായ നമ. ഞാനിത് പറയുന്നതും എനിക്ക് ഭഗവാന്റെ സ്വപ്നദർശനത്തിൽ അരുളപ്പാടുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഭഗവാൻ എന്തെന്നോട് പറഞ്ഞു അത് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. അത് കേൾക്കാൻ ആളുണ്ട്. അങ്ങനെ ഭഗവാൻ ആ വാചകം എന്നോട് സ്വപ്നദർശനത്തിൽ പറഞ്ഞ്, സ്വപ്നമാണെങ്കിൽ പോലും എനിക്ക് ഒരുപാട് ഭഗവാന്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ധ്യാനത്തിൽ ഇരിക്കുമ്പോഴും ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോഴും ഒക്കെ എനിക്ക് ഭഗവാന്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, അനുഭവങ്ങൾ. ഞാൻ ഈ അടുത്തതായിട്ടൊക്കെ ഒരു കാവിൽ പോകാൻ പറ്റി. ആ കാവിൽ പോയപ്പം അവിടെ സ്വയംഭൂവാണ് നാഗരാജാവ്. ഞാനങ്ങനെ കാവിലൊന്നും പോകാറില്ല, പക്ഷെ ആ കാവിൽ പോകണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അവിടെ പോയി ഞാൻ പൂജ തൊഴുതു. അപ്പം ഞാൻ മനസ്സിലാക്കിയത് അവിടെ ശിവൻ പരബ്രഹ്മ സ്വരൂപത്തിലാണ്. അത് അവിടെ നിന്നപ്പോൾ എനിക്കൊരു ഒരു അനുഭവം ഉണ്ടായി. ഭഗവാന്റെ അവിടെ നിന്നപ്പോൾ ലൈവായിട്ട് നമുക്കൊരു അനുഭൂതി. അത് ഓച്ചിറ ഉണ്ടിക്കാവ് ചെന്നപ്പോഴെനിക്കുണ്ടായി. അതുപോലെ കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ ഇരുന്നപ്പോൾ ഉണ്ടായി. അത് ആ സംഭവം അവിടെ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഭഗവാനെ നമ്മൾ സ്വയം നമുക്ക് ആ അനുഭവത്തിലൂടെ ഓരോ നിമിഷവും അനുഭവിക്കുക. അപ്പോൾ ആ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഞാനിതിലാരുമല്ല. എന്നെ നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട, എന്നോട് നന്ദി പറയുകയും വേണ്ട, എന്നോട് ആദരവും വേണ്ട, ഒന്നും വേണ്ട. ഭഗവാനിൽ തന്നെ നിങ്ങൾ നന്ദി പറയുക, ഭഗവാനോട് നന്ദി പറയുക. ഭഗവാന് നിങ്ങൾ പാൽപ്പായസം
നടത്തുക. നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ ഭഗവാനോട് നന്ദി പറയുക. ഭഗവാന്റെ ഭാഗത്ത് തന്നെ സമർപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിഭും ശിവോഹം, ഗുരും പരം ശിവോഹം. ശിവം സർവം ശിവോഹം, എല്ലാം ശിവനാണ്, ശിവനല്ലാതെ യാതൊന്നുമില്ല. ദേഹം ശംഭും ശിവോഹം, എൻ്റെ ദേഹവും ശിവനാണ്. ദേവം വിഭും ശിവോഹം, എൻ്റെ ദേവനും ശിവനാണ്. ഗുരും പരം ശിവോഹം, എൻ്റെ ഗുരുവും ശിവനാണ്. പിന്നെ യാതൊന്നുമില്ല, എല്ലാം ഭഗവാൻ തന്നെയാണ്. എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു. ഈ ഓരോ നിമിഷവും, ഈ കടന്നു പോകുന്ന ഓരോ നിമിഷവും, ഞാൻ പറയുന്ന ഓരോ വാക്കുകളും, എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു. ഭഗവാനെ അല്ലാതെ യാതൊന്നുമില്ല. എല്ലാം ഭഗവാനിൽ തന്നെ സമർപ്പിച്ച് കൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, എല്ലാവരുടെയും ജീവിതം മാറട്ടെ, എല്ലാവരും ഈശ്വരനെ അറിയട്ടെ. അതിന് ഭഗവാൻ വിചാരിക്കണം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഓം കൃഷ്ണായ നമഃ ശിവോഹം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.